ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഈ ഓണത്തിന് എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടി വികളുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഫീച്ചേഴ്സ് വൈസ് ബെസ്റ്റ് ആയിട്ടുള്ള 50 ഇഞ്ച് ടി വിസ് ആണ് നോക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 32 to 43 ഇഞ്ച് വരെയുള്ള ടി വികളാണ് നമ്മൾ കമ്പയർ ചെയ്തിരുന്നത്. ആ വീഡിയോ നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ ലിങ്ക് ചെയ്യാം, നിങ്ങളത് കണ്ടു നോക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 25 കാര്യങ്ങളാണ് നമ്മൾ ടി വികളെ കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും വളരെ കാലം കൂടുമ്പോഴാണ് വളരെയധികം പൈസ സ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ടി വിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് തന്നെ നമ്മളത് കമ്പയർ ചെയ്തിട്ട് എല്ലാ ഫീച്ചേഴ്സും ഉള്ളത് തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ ഈ അനലൈസ് ചെയ്ത ഈ ഒരു അനാലിസിസ് ഫയൽ നിങ്ങൾക്ക് ശരിക്കും ഉപകരിക്കും. നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ടി വി ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ഈ ഒരു അനാലിസിസ് ഫയൽ വെച്ച് നിങ്ങൾ ആ ടി വിയും കൂടി കമ്പയർ ചെയ്തിട്ട് അത് നല്ലൊരു ഡിസിഷൻ ആണോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഫയലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിയിട്ട് ഡൗൺലോഡ് ചെയ്യും. ഓക്കെ, ഇന്നത്തെ വിഷയമായ 50 ഇഞ്ച് മാർക്കറ്റിലുള്ള എല്ലാ ബ്രാൻഡ്സിൻ്റെയും ടി വികളും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 50 ഇഞ്ചും 55 ഇഞ്ചുമാണ് ഏറ്റവും ക്രൗഡഡ് ആയ, ഏറ്റവും മോഡലുകൾ കൂടുതലുള്ള ഒരു സെഗ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നല്ല കൺഫ്യൂഷൻ ഉണ്ട് ഒരു നല്ല ടി വി ഈ സെഗ്മെൻറ്റിൽ ചൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഈ റാങ്കിങ് കുറച്ചും കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കും. കുറേ മോഡലുകൾ ഉള്ളത് കൊണ്ട് തന്നെ 55 ഇഞ്ച് ടി വി നമ്മൾ നെക്സ്റ്റ് പാർട്ട് 3 വീഡിയോയിലാണ് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ല് നോട്ടിഫിക്കേഷൻ അടിക്കുക. നമ്മൾ ഈ വീഡിയോ 2-3 ദിവസത്തിനുള്ളിൽ 55 ഇഞ്ചും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ടി വി ബ്രാൻഡ്സ് ആയ LG, സോണി, സാംസങ്, TCL, ഹൈസെൻസ്, ഷയോമി, ആ ബ്രാൻഡുകളും അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ആയിട്ട് തോഷിബയും ബ്രാൻഡുമാണ് നമ്മൾ ഇപ്രാവശ്യം 50 ഇഞ്ചിൽ കമ്പയർ ചെയ്യുന്നത്. തോഷിബയുടെ ടി വി ബിസിനസ് ഹൈസെൻസ് കമ്പനി ഒരു 98% ഇപ്പോൾ ഓൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്വാളിറ്റി കൺട്രോളും ഡിസൈനും പിന്നെ ഇമേജ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറും ഒക്കെ തോഷിബ ജപ്പാൻ തന്നെയാണ് ഇപ്പോഴും ഹൈസെൻസിന് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ 43 ഇഞ്ച് ടി വിൻ്റെ വീഡിയോയിൽ പല ആൾക്കാരും കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു BPL, ഹൈം, ഇംപെക്സ് അങ്ങനെയുള്ള ഡിസ്പ്ലേ ടെക്നോളജി സ്വന്തമായി ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത ബ്രാൻഡുകളെ കുറിച്ച്. അപ്പോൾ ഞാൻ റിപ്ലൈയിൽ പറഞ്ഞ പോലെ തന്നെ ടി വി ബ്രാൻഡ്സ് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട്, അതായത് ഡിസ്പ്ലേ ടെക്നോളജിയൊക്കെ ഡെവലപ്മെൻ്റ് ഒക്കെ ഉള്ള ഒരു ബ്രാൻഡ്സിലേക്ക് പോകുന്നതാണ് കുറച്ചും കൂടെ സേഫർ. പിന്നെ പലരും ചോദിച്ച ചോദ്യം ഹൈസെൻസും TCL ബ്രാൻഡുകളെ കുറിച്ചായിരുന്നു. കാരണം നമ്മുടെ ആ കഴിഞ്ഞ 43 ഇഞ്ച് 32 ഇഞ്ച് റാങ്കിങ്ങിൽ കുറേ മോഡൽസ് അവരുടെ മോഡൽസ് ആയിരുന്നല്ലോ. അപ്പോൾ ഫീച്ചേഴ്സ് വൈസ് നല്ല വാല്യൂ ഫോർ മണിയാണ് ഈ രണ്ട് ടി വികളുടെ ബ്രാൻഡ്സും. ഈ ഒരു പ്രൈസിൽ തന്നെ കസ്റ്റമേഴ്സിന് തരാൻ അവർക്ക് റീറ്റെയിൽ ഷോപ്സിനൊക്കെ ഉള്ള കമ്മീഷൻ കുറച്ച് കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ അവരെല്ലാം ഒരു ഓൺലൈൻ ഫോക്കസ് ആണ് കൂടുതലുള്ളത്. വളരെ കുറച്ച് റീറ്റെയിൽ ഷോപ്സ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് റിലയൻസ് ഡിജിറ്റലും പിന്നെ ടാറ്റ, ക്രോമ അങ്ങനത്തെ ഷോപ്സിലൊക്കെ ഈ ബ്രാൻഡ്സ് ക്യാരി ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഇനി സർവീസിൻ്റെ കാര്യം ഇവരെ പറ്റി നോക്കുകയാണെങ്കിൽ എനിക്കതിൻ്റെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ഗ്ലോബലി ഈ രണ്ട് ബ്രാൻഡ്സും ഹ്യൂജ് നമ്പേഴ്സിലാണ് സെയിൽ ചെയ്യുന്നത്. ഇന്ത്യയിൽ ഓപ്പറേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ഡെഫിനറ്റ്ലി ആമസോണും ഫ്ലിപ്കാർട്ട് കൂടെ ഒക്കെ വിൽക്കുന്നത് കൊണ്ട് തന്നെ ഈവൻ ക്രോമയുടെയും റിലയൻസ് ഡിജിറ്റലിൻ്റെ സൈറ്റിലും ഒക്കെ ഇത് സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർ ആ ഒരു സർവീസ് നെറ്റ്വർക്കും കാര്യങ്ങളും അവരുടെ വെബ്സൈറ്റിലും കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പേഴ്സും കാര്യങ്ങളും. ഇനി അത്ര നിങ്ങൾക്ക് സർവീസ് ടെൻഷൻ ആണെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് LG അല്ലെങ്കിൽ സാംസങ് അങ്ങനത്തെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ്സിന് പോകുന്നതാണ് നല്ലത്. പക്ഷേ ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഫീച്ചേഴ്സും ഡിസ്പ്ലേ ടെക്നോളജിയൊക്കെ കുറച്ച് കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഓക്കെ, എന്തായാലും കുറച്ച് വലിയ ബ്രാൻഡ്സിൻ്റെ മോഡൽസും നമ്മൾ ഇന്നത്തെ ലിസ്റ്റിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തായാലും അതും കൂടെ ഒന്ന് വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു നോക്കുക. അപ്പോൾ 50 ഇഞ്ച് സെഗ്മെൻറ്റിൽ ഒരു 30,000 to 80,000 റുപ്പീസ് വരെയാണ് നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യുന്ന മോഡൽസ്. ആ മോഡൽസ് ഒന്ന് നോക്കാം. TCLൻ്റെ 50P635 Pro, ഹൈസെൻസിൻ്റെ A6K, TCLൻ്റെ V6B50, ഹൈസെൻസിൻ്റെ തന്നെ E7K, തോഷിബ C350MP, ഷയോമിൻ്റെ സ്മാർട്ട് TV X50, തോഷിബിൻ്റെ C350NP, TCLൻ്റെ C61Bയും P755ഉം, തോഷിബയുടെ C450ME, ഷയോമി സ്മാർട്ട് TV X50, പിന്നെ TCLൻ്റെ C655, തോഷിബിൻ്റെ M550MP, ഹൈസെൻസിൻ്റെ Q6N, LGയുടെ 50UR7500, ഷയോമിൻ്റെ സ്മാർട്ട് X Pro, സാംസങ്ങിൻ്റെ 4K വിവിഡ് D സീരീസ്, LGയുടെ 50UT 8060 6LA, സോണിയുടെ ബ്രാവിയ 2, സാംസങ്ങിൻ്റെ QLED TV QA50 Q60, സോണി ബ്രാവിയ 3. അങ്ങനെ 21 മോഡൽസാണ് ഇന്ന് നമ്മൾ 50 ഇഞ്ച് കാറ്റഗറിയിൽ നമ്മൾ നോക്കുന്നത്.
അപ്പോൾ ഈ ലിസ്റ്റിലുള്ള എല്ലാ ടി വിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്കത് കമ്പയർ ചെയ്യാം. അപ്പോൾ ഈ ലിസ്റ്റ് എടുത്താൽ സർപ്രൈസിങ് ആയ കാര്യം പകുതിയും നോർമൽ LED ടി വികളാണ്. ഒരു 30 മുതൽ 35,000 രൂപ വരെയുള്ള റേഞ്ചിൽ 50 ഇഞ്ച് സൈസിൽ ഒരു ടി വി തരണമെങ്കിൽ മിക്ക കമ്പനികളും LED ടി വി തന്നിട്ടാണ് അത് നടത്തുന്നത്. നമ്മൾ വലിയ ബ്രാൻഡ്സ് എടുത്തു കഴിഞ്ഞാൽ LG, സോണി, സാംസങ് ഒക്കെ 36,000 മുകളിൽ LED ടെക്നോളജി തന്നിട്ടാണ് അവരുടെ പ്രോഫിറ്റബിലിറ്റി കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ അതാണ് പ്രശ്നവും. വലിയ ബ്രാൻഡ്സ് നോർമൽ LED തന്നിട്ട് ഫീച്ചേഴ്സ് കുറച്ച് അങ്ങനെയാണ് ഈ സെഗ്മെന്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സർവീസിനെ പറ്റി ഉറപ്പില്ലാത്തത് കൊണ്ട് പോലും TCL, ഹൈസെൻസ്, തോഷിബ അങ്ങനെയുള്ള ബ്രാൻഡ്സ് അട്രാക്റ്റീവായിട്ട് നമുക്ക് വരുന്നതും. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല. പകുതി ഈ ഒരു ലിസ്റ്റിലുള്ളത് QLED ടി വികളും ഉണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ ടെക്നോളജി റീക്യാപ്പ് എടുക്കാം. OLED ടി വി ടെക്നോളജിയാണ് ഇപ്പം ഉള്ള മാർക്കറ്റിൽ ഏറ്റവും നല്ല ഡിസ്പ്ലേ ടെക്നോളജി. അതിന് താഴെയാണ് മിനി LED, QLED ഒരു ടൈപ്പായ മിനി LED വരുന്നത്. അതിനും താഴെയാണ് QNED അല്ലെങ്കിൽ നിയോ LED അല്ലെങ്കിൽ നാനോ സെൽ എന്നൊക്കെ പറയുന്ന QLEDൻ്റെ വേറെ വകഭേദങ്ങൾ. അതിനും താഴെയായിട്ടാണ് നോർമൽ LED ടി വികൾ വരുന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ QLED ടി വികൾ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ LED ടി വിക്ക് പോകണം? പക്ഷേ നിങ്ങൾക്ക് വലിയ ബ്രാൻഡ്സും അവരുടെ സർവീസ് ഉറപ്പായിട്ട് വേണമെങ്കിൽ പിന്നെ LED ടെക്നോളജിക്ക് തന്നെ പോകേണ്ടി വരും. നമുക്ക് ഈ 30,000 മുകളിൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ 50 ഇഞ്ചിൽ കുറച്ച് മോഡൽസുകളിൽ 400 നിറ്റ്സ് ബ്രൈറ്റ്നസ്സും 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും കോൺട്രാസ്റ്റ് റേഷ്യോ കൂടിയ സ്ക്രീനുകളും ഒക്കെ തരുന്നുണ്ട്, വിച്ച് ഇസ് ഗുഡ്. 32 to 43 റേഞ്ചിലുള്ള മോഡൽസിനേക്കാളും നല്ല സ്പീക്കേഴ്സും ഡോൾബി വിഷൻ, HDR10+, HLG ഇങ്ങനെയുള്ള പുതിയ ഡിസ്പ്ലേ ടെക്നോളജികളും തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 50 ഇഞ്ച് എക്സാക്റ്റ് സൈസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ താഴെ പറയുന്ന മോഡൽസ് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ അനാലിസിസ് നോക്കുമ്പോൾ ഫസ്റ്റ് സ്ഥാനത്ത് 2 ടി വികളാണ് ഉള്ളത്. ഈ 2 ടി വികളും ഫീച്ചേഴ്സ് ഒന്നിനൊന്ന് മെച്ചമായതുകൊണ്ട് തന്നെ ഒരാളെ സെക്കൻഡ് സ്ഥാനത്തേക്ക് തള്ളിവിടാൻ തോന്നിയില്ല. അപ്പോൾ ഫസ്റ്റായിട്ട് TCLൻ്റെ C655 QLED ടി വിയും തോഷിബയുടെ M550 MP എന്നീ ഗൂഗിൾ ടി വികൾ മോഡൽസാണ് ഫീച്ചേഴ്സ് വൈസ് 50 ഇഞ്ചിൽ നല്ലതായി തോന്നിയിട്ടുള്ളത്. ഇത് രണ്ടും 35,000 to 38,000 റുപ്പീസിന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ TCLൻ്റെ C655 എടുക്കുകയാണെങ്കിൽ 2024 QLED മോഡലാണ്. 450 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നസ് ഉള്ള ഈ ഒരു സെഗ്മെൻറ്റിൽ ബ്രൈറ്റ്നസ് ഉള്ള മോഡലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സ്ക്രീൻ ഉണ്ട്. 6000:1 കോൺട്രാസ്റ്റ് റേഷ്യോ, ഡോൾബി വിഷൻ, DTX ഉണ്ട്. ഇതിൽ OnQ 2.1 35 വാട്ട് സ്പീക്കേഴ്സും ഉണ്ട്. ഈ 0.1 എന്ന് പറയുന്നത് ചെറിയ ഒരു സബ് വൂഫർ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് സൗണ്ടും കുഴപ്പമുണ്ടാവില്ല. 95% കളർ ഗാമറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇത്. 2 GB റാമും 32 GB സ്റ്റോറേജും ഇതിലുണ്ട്. എല്ലാം കൊണ്ടും ഒരു നല്ല ഓൾറൗണ്ടർ ആയിട്ടാണ് ഈ ഒരു TCLൻ്റെ C655 മോഡൽ പേപ്പറിൽ കാണുന്നത്. പിന്നെ ഒന്നാം സ്ഥാനത്ത് ഉള്ള ടി വി തോഷിബ M550 MP ആണ്. ഇതും 2024 QLED മോഡലാണ്. 400 നിറ്റ് ബ്രൈറ്റ്നസ് ഉണ്ട്, വിച്ച് ഇസ് ഗുഡ്. പിന്നെ ഉള്ളത് ഫുൾ എറേ ലോക്കൽ ഡിമ്മിംഗ് ആണ് ഇതിൽ വരുന്നത്. രാത്രിയിലൊക്കെ ഈ ബ്ലാക്ക് സീൻസ് വരുന്ന കുറേ ഇരുട്ടത്ത് വരുന്ന സീൻസൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നന്നായിട്ട് പിക്സൽസ് കൺട്രോൾ ചെയ്ത് ഈ ഫുൾ എറേ ലോക്കൽ ഡിമ്മിംഗ് ഉള്ള ടി വികൾ അത് കൺട്രോൾ ചെയ്ത് ആ ഒരു നമ്മൾ നോർമൽ LED സ്ക്രീനിൽ കാണുന്ന ഒരു മിൽക്കി വൈറ്റ് ഗ്രേഷ് അങ്ങനത്തെ ഒരു സീനുകളൊക്കെ കുറച്ച് ബെറ്റർ ആയിരിക്കും. കുറച്ചും കൂടെ ബ്ലാക്ക് കളറൊക്കെ ബെറ്റർ ആയിരിക്കും ഇങ്ങനത്തെ ടി വികളിൽ. എന്നിരുന്നാൽ പോലും OLED ടി വിൻ്റെ ബ്ലാക്കിൻ്റെ ലെവലിൽ എന്തായാലും ഇത് എത്തില്ല. പക്ഷേ ഫുൾ എറേ ലോക്കൽ ഡിമ്മിങ് ഉള്ളത് നല്ലത് തന്നെ. 40 വാട്ട് സ്പീക്കേഴ്സാണ് ഇതിൽ. TCL പോലെ തന്നെ 2.1 സ്പീക്കേഴ്സ് ഉണ്ട്. ഒരു 0.1 ചെറിയ സബ് വൂഫറും ഇതിലുണ്ട്. TCLനേക്കാളും വാട്ട്സ് ഉണ്ട്. അപ്പോൾ സൗണ്ടും കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വില 36,000 രൂപയാണ്. 2 GB റോമും 16 GB സ്റ്റോറേജാണ്. TCLന് 32 GB സ്റ്റോറേജാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 16 GB ഒക്കെ ധാരാളമാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തോഷിബയാണ് ഇമേജ് പ്രോസസ്സിംഗ് അൽഗോരിതം. അവർ വിളിക്കുന്നത് റെക്സാന്നോ അങ്ങനെ എന്തോ അൽഗോരിതം എന്നാണ്. അപ്പോൾ അത് ഹൈസെൻസ് ടി വിക്കാർക്ക് കൊടുത്തിട്ട് ഹൈസെൻസ് ആണ് ഇവർക്ക് വേണ്ടി ടി വി ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ കളർ പ്രോസസ്സിംഗ് അൽഗോരിതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കളർ പ്രോസസ്സിംഗ് അൽഗോരിതം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. എങ്ങനെ കളർ ടി വിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളത് അതാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഒക്കെ തോഷിബ തന്നെയാണ് അത് ഇപ്പോഴും ഹൈസെൻസിന് കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മാത്രവുമല്ല ക്വാളിറ്റി കൺട്രോൾ നല്ല ഫോക്കസ് ഉണ്ട് എന്നൊക്കെ അവർ എടുത്ത് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ മോഡലിന് അറൗണ്ട് 38,000 രൂപയാണ് വില. അപ്പോൾ ഈ 2 മോഡലുകൾ നല്ല ഒരു 2 50 ഇഞ്ച് മോഡൽസ് ആണ്. ഇനി രണ്ടാം സ്ഥാനത്ത് TCLൻ്റെ P755 മോഡലാണ്. 34,000 രൂപയാണ് ഇതിൻ്റെ ഒരു വില. ഗൂഗിൾ ടി വി ആണ് ഇതിൽ. 350 നിറ്റ്സ് ബ്രൈറ്റ്നസ്സും 120
ഹേർട്സ് റിഫ്രഷ് റേറ്റ് സ്ക്രീനും 5000 കോൺട്രാസ്റ്റ് റേഷ്യോ ഉള്ള ഒരു ടി വി ആണിത്. ഇതിൽ ഡോൾബി വിഷനും HDR, HDR10+, HLG എന്നിങ്ങനെയുള്ള ഡിസ്പ്ലേ ടെക്നോളജീസ് ഒക്കെ ഉണ്ട്. ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ 20 വാട്ട് സ്പീക്കറാണ് ഇതിൽ. അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള ടി വികളെക്കാളും കുറച്ചും കൂടെ സൗണ്ട് കുറവായിരിക്കും. പിന്നെ 93% കളർ ഗാമറ്റ് ഉള്ള ഒരു സ്ക്രീനും ആണ് ഇതിലുള്ളത്. ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ നോക്കിയാൽ അതിന് ഏകദേശം 95% കളർ ഗാമറ്റുള്ള സ്ക്രീനാണ് TCLൻ്റെതൊക്കെ. അപ്പോൾ 34,000 രൂപക്ക് ഈ ഒരു സെക്കൻഡ് പ്ലേസിലുള്ള ഈ ഒരു ടി വി 50 ഇഞ്ച് കുഴപ്പമില്ല. ഇനി മൂന്നാം സ്ഥാനത്ത് ഹൈസെൻസിൻ്റെ Q6N എന്ന് പറഞ്ഞ മോഡലാണ്. 2024 മോഡലാണിത്. ഗൂഗിൾ TV ആണ്. യൂഷ്വലി കാണുന്ന ടി വികളുടെ ആ ഒരു 300 നെറ്റ്സ് ബ്രൈറ്റ്നസ് തന്നെയാണ് ഇതിലുള്ളത്. 120 ഹേർട്സ് റിഫ്രഷ് റേറ്റ് സ്ക്രീനും 4000:1 കോൺട്രാസ്റ്റ് റേഷ്യോ ആണ് ഇതിലുള്ളത്. ഇതിൽ ഡോൾബി വിഷൻ, HDR+, HLG എന്നിങ്ങനെയുള്ള ഡിസ്പ്ലേ ടെക്നോളജീസും ഉണ്ട്. ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ HDR10+ ഇതിലില്ല. പിന്നെ സ്പീക്കർ 24 വാട്ടാണ്. 40,000 രൂപയാണ് ഇതിൻ്റെ ഒരു റേറ്റ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ TCL തോഷിബൻ്റെ മോഡൽസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു മോഡലിനെക്കാളും മറ്റേതാണെന്നല്ല. അതുകൊണ്ടാണ് ഇത് ആക്ച്വലി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത്. ഇനി LG, സാംസങ്, സോണി എന്നിവരുടെ ഒരു 50 ഇഞ്ച് മോഡൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ശോകമാണ് അവസ്ഥ. അധികവും ഇവർ കൊടുക്കുന്നത് നോർമലായിട്ടുള്ള LED TVs ആണ്. അപ്പോൾ LG തന്നെ വേണം, സർവീസ് റിസ്ക് എടുക്കാൻ പറ്റൂല എന്ന് തോന്നുന്ന ആൾക്കാർക്ക് LGയുടെ UR7500 എന്ന് പറഞ്ഞ 50 ഇഞ്ച് മോഡൽ നോക്കാം. ഇതിൽ ആക്ച്വലി ഡോൾബി വിഷന് ഉണ്ട്. പക്ഷേ 2023 മോഡലാണ്. 20 വാട്ട് സ്പീക്കറും ഇതിലുള്ളൂ. 49,000 രൂപയും ആവും. അപ്പോൾ പിന്നെ ഉള്ള ഒരു സാംസങ്ങിൻ്റെ മോഡൽ നോക്കുകയാണെങ്കിൽ 4K വിവിഡ് D സീരീസ് 50 ഇഞ്ചാണ്. അത് വാങ്ങാത്തതാണ് നല്ലത്. 43,000 റുപ്പീസ് ഉണ്ട്. ടൈസൺ OS ആണ്. നോർമൽ LED TV ആണ്. 50 to 60 റിഫ്രഷ് റേറ്റ് ഉള്ളൂ. ഡോൾബി വിഷൻ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. 20 വാട്ട് സ്പീക്കറാണ്. അപ്പോൾ ഈ അത് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് സ്പെക്സ് വളരെ താഴെയും പ്രൈസ് ഏറ്റവും മുകളിലും. അപ്പോൾ അത് എടുക്കാത്തതാണ് നല്ലത്. സോണീൻ്റെ അവസ്ഥയും ഇതേപോലെ വളരെ പരിതാപകരമാണ്. പ്രൈസ് അങ്ങ് അറ്റത്തും ഫീച്ചേഴ്സ് വളരെ താഴെ. സ്വന്തമായിട്ട് ഒരു TV ബ്രാൻഡ് എങ്ങനെ നശിപ്പിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സോണി TVകൾ. സാംസങ്ങും അടുത്ത കാലത്തായിട്ട് ഈ വഴി കൂടെ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, സാംസങ് TVകൾ. LG പിന്നെയും കുറച്ചും കൂടെ ബുദ്ധിപരമായ മോഡൽസും ആ ഒരു ഡിസ്പ്ലേ ടെക്നോളജിയൊക്കെ വെച്ചിട്ട് QLED അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒരു ഈ റേഞ്ചിലൊക്കെ കുറച്ചും കൂടെ ഹയർ ആണെങ്കിലും തരുന്നുണ്ട്. പക്ഷേ ഒരു QLED മോഡൽ സാംസങ്ങിന് ഉണ്ട്. QA50, QA60 എന്ന് പറഞ്ഞാൽ 64,000 റുപ്പീസ് വരുന്നത്. അപ്പോൾ സാംസങ് ബ്രാൻഡ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ മാത്രമല്ല QLED TV ഡിസ്പ്ലേ വേണം സാംസങ്ങിൽ നിന്നാണെങ്കിൽ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് നോക്കാം. പക്ഷേ ടൈസൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഗൂഗിൾ TVയും ആൻഡ്രോയിഡ് TVയും അല്ല. അപ്പോൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ 50 ഇഞ്ചിലുള്ള ഫസ്റ്റ് പ്ലേസ് കൊടുക്കുന്ന TV തോഷിബ M550 MP-യും TCL C655 QLED TV-യും ആണ്. രണ്ടാമത്തെ സ്ഥാനത്ത് TCLൻ്റെ P755 ആണ്. മൂന്നാമത്തെ സ്ഥാനത്ത് ഹൈസെൻസിൻ്റെ Q6N മോഡൽ. അപ്പോൾ ഇതാണ് ഒരു 50 ഇഞ്ച് മോഡൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫീച്ചേഴ്സ് വൈസ് നല്ല TVകൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഡൗട്ട്സും കമൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. റിപ്ലൈ എന്തായാലും കിട്ടും. അടുത്ത പാർട്ട് 3 വീഡിയോയിൽ നമ്മൾ 55 ഇഞ്ച് TVകൾ കവർ ചെയ്യുന്നതായിരിക്കും. ഒരു 35,000 മുതൽ തന്നെ ഈ 55 റേഞ്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കുക. ആ വീഡിയോ അടുത്ത് തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും TV എടുക്കാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലുള്ള ബൈ മീ എ കോഫി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ഗിസ്മോങ്ക്.